ലൈവിൽ അക്ബർ നമ്മുടെ ആദിലയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആദില ചോദിച്ചു, ചേട്ടൻ എന്ത് പറ്റി, ഇക്കായ്ക്ക് എന്ത് പറ്റി, ഇതൊരു വിഷമം പോലെ. അപ്പോൾ അക്ബർ അങ്ങ് കരയുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നു, എനിക്കറിയില്ല, 2-3 ആഴ്ചയായിട്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. നിങ്ങളോടൊക്കെ ആണെങ്കിലും സംസാരിക്കാൻ വന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു ആൻസർ തരും, എന്നിട്ട് എന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ലക്ഷ്മി ആണെങ്കിൽ പോലും എന്നെ ഇങ്ങോട്ട് നോക്കി കസാര ഇട്ടിരിക്കുവാണെങ്കിൽ എന്നെ കണ്ട ഉടനെ അങ്ങോട്ട് മാറിയിരുന്ന് കസാര ഇട്ട് മാറിപ്പോകും. അങ്ങനെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുന്ന പോലെ. എനിക്ക് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കേണ്ട ആവശ്യമില്ല അനീഷിനെ പോലെ, പക്ഷേ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ആദില ടിഷ്യൂ പേപ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ആദില പറയുന്നത്, കരയേണ്ട ചേട്ടാ, നിങ്ങളതെന്തിനാണ് പേഴ്സണലായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്നാ അക്ബർ പറയുന്നുണ്ട്, പിന്നെ ഷാനവാസിക്ക പറഞ്ഞു എനിക്ക് സ്പേസ് തരരുതെന്നൊക്കെ പറഞ്ഞ് എനിക്കത് വല്ലാത്ത ഫീലിംഗ് ആയിപ്പോയി. ഞാൻ ആകെ വിഷമത്തിലായി. എൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് അറിയില്ല. എനിക്കങ്ങനെ ഞാനിവിടെ ആകെ സംസാരിക്കുന്നത് ആര്യനോട് മാത്രമാണ് ഇപ്പം സംസാരിക്കുന്നത്. അപ്പം നെവിൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാനും അക്ബറിനോട് സംസാരിക്കാറുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ വല്ലാണ്ട് ഫീലായെന്ന് തോന്നുന്നു. ഇങ്ങനെ കരയുന്നുണ്ട്, നന്നായിട്ട് കരയുന്നുണ്ട്, കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനിയുള്ള